ഹലോ ഓൾ വെൽക്കം ടു PK ലേണിംഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് SC ഒരു പുതിയ സെഷൻ തുടങ്ങുകയാണ്. നമ്മൾ ധാതുക്കളും വ്യവസായങ്ങളും എന്ന് പറഞ്ഞൊരു പുതിയ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സീരീസ് SCRT സീരീസിലെ എക്കണോമിക്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ധാതുക്കളും വ്യവസായം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കവർ ആയിട്ടുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 2-3 എപ്പിസോഡുകളായിട്ടായിരിക്കും ഇത് തീർക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ജോഗ്രഫി ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഈ ധാതുക്കളും വ്യവസായങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് 2 തവണ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ SCRT സീരീസുകൾ അവസാനിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സിൻ്റെ SCRT സീരീസ് ലാസ്റ്റ് സെഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്, ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് ധാതു വിഭവങ്ങൾ എന്താണെന്നാണ്. മിനറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആഗ്നേയ കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്കുകളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാതു വിഭവങ്ങൾ പ്രധാനമായിട്ടും എവിടെ കാണപ്പെടുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഈ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇനി വരുന്ന സമയത്തും പഠിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഏത് പാർട്ടിലായിരിക്കും? ഇന്ത്യയുടെ ഒരു സൗത്ത് റീജിയൻസിലേക്കായിരിക്കും. അതായത് പ്ലേറ്റോ റീജിയൻസിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ പ്രദേശങ്ങൾ മുതൽ അലുവിയൽ സോയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ ഗ്രേറ്റ് പ്ലെയിൻസ്, ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദേശങ്ങളിൽ അധികം ഈ പറയുന്ന റിസോഴ്സുകൾ കാണപ്പെടുന്നില്ല. പകരം താഴത്തേക്ക് വരുമ്പോഴാണ് ഡെക്കാൻ പ്ലേറ്റോ റീജിയൻസിലാണ് പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ പെനിൻസുലാർ പ്ലേറ്റോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെയാണ് പ്രധാനമായിട്ട് ഇത് കാണപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇത് വളരെ ഓൾഡ് ആയിട്ടുള്ള റീജിയനാണ്. ഇപ്പോൾ ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്കുകളാണ് പ്രധാനമായിട്ടും ഇവിടെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ കുറച്ചും കൂടി ബാക്കിയുള്ള ഇന്ത്യയുടെ നോർത്ത് റീജിയൻ എന്ന് പറയുന്നതും ഇന്ത്യയിൽ നിന്നും പിന്നീട് വേർപെട്ട് അല്ലെങ്കിൽ രണ്ടും കൂടിച്ചേർന്നുണ്ടായതാണ്. അപ്പോൾ ഈ പറയുന്ന താഴത്തെ പ്രദേശം അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് വേറൊരു പ്രദേശത്തു നിന്നും ഒഴുകി വന്ന് എന്ത് ചെയ്തു? മുകളിലത്തെ റീജിയനുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതിന് കൂട്ടിയിടിപ്പിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് എന്ത്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹിമാലയൻ പോലത്തെ പ്രദേശങ്ങളൊക്കെ. അപ്പോൾ അവിടെ കുറച്ചുകൂടി യങ് മൗണ്ടൻസ് ആണ് ഉള്ളത്. ഫോൾഡ് മൗണ്ടൻസ് ആണ്, യങ് മൗണ്ടൻസ് ആണുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള റിസോഴ്സുകൾക്കുള്ള കാലഘട്ടം ആയിട്ടില്ല. പക്ഷേ സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു കുറച്ചുകൂടി പഴയതാണ്, ഓൾഡാണ്. ഈ ഓൾഡ് ആയിട്ടുള്ള റീജിയൻസിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഇഗ്നിയസ് മെറ്റമോർഫിക് റോക്കുകളോട് ചേർന്നാണ് പ്രധാനമായിട്ടും ഈ റിസോഴ്സുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഡെക്കാൻ പ്ലേറ്റോയുടെ പ്രദേശത്ത് പ്രധാനമായിട്ട് ഈ റിസോഴ്സുകൾ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. കാർഷിക വിളകൾ, കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ ധാതു വിഭവങ്ങൾ, വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാത്തിനും ഒരു ബേസ് ഉണ്ടാവും. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് റിസോഴ്സ് വേണം. അപ്പോൾ കൃഷി ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ, കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ അവിടെ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? അവിടെ അതിനുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന എന്താണ്? ക്രോപ്പുകളാണ്. ഈ ക്രോപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ കൃഷി വികസിക്കുകയുള്ളൂ, കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും വികസിക്കുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മിക്കവാറും മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള, നോൺ മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടാകുന്നത് റിസോഴ്സുകളിൽ നിന്നാണ്. റിസോഴ്സുകളുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങുന്നു? റോ മെറ്റീരിയൽസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു? മിനറൽസിൽ നിന്നാണ് ഏറ്റവും ആദ്യം. ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഓറുകളാണ്. ഈ ഓറുകൾ അല്ലെങ്കിൽ അയിരുകൾ ഉണ്ടാകും. ഇതിൽ നിന്നുമാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ മിനറൽസും ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. ഉത്തരേന്ത്യയിലെ വിശാല എക്കൽ സമതല പ്രദേശങ്ങളിൽ സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ അഭാവം ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ റീസണാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മുകളിലത്തെ ഭാഗങ്ങളിൽ, അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലോ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഹിമാലയൻ പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടാത്തത് എന്തുകൊണ്ടാണ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡെക്കാൻ പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ആ റീസൺ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ധാതുക്കൾ എന്നതിലേക്ക് തന്നെ കടക്കാം. മിനറൽസ്, നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണാം, ഒരുപാട് തരത്തിലുള്ള മിനറൽസ് നമ്മൾ കാണാൻ പറ്റും. നിയതമായ രാസഭൗതിക സവിശേഷതകളോടുകൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വസ്തുക്കളാണ് ധാതുക്കൾ. പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന വസ്തുക്കളാണ് എന്ത്? ഈ പറയുന്ന ധാതുക്കൾ എന്ന് പറയുന്നത്. ഇതിൽ ജൈവം ഉണ്ടാവാം, അജൈവം ഉണ്ടാവാം. ജൈവ സ്രോതസ്സുകളിൽ നിന്നുണ്ടാവുന്നതും അജൈവ സ്രോതസ്സുകളിൽ നിന്നുണ്ടാവുന്നതും ആവാം. ഇതിന് ഒരുപാട് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പ്രധാനമായിട്ടും അതാണ് രാസഭൗതിക സവിശേഷതകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറൻ്റ് ആണ്. കൂടാതെ ജൈവവുമാവാം അജൈവവുമാകാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പം ജൈവമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നോ അല്ലാത്തതിൽ നിന്നോ ഇത് ഉണ്ടാവാവുന്ന പ്രകൃതിപരമായിട്ട് കാണപ്പെടുന്നവയാണ് നമ്മൾ എന്ത് പറയുക? ധാതുക്കൾ എന്ന് പ്രധാനമായിട്ട് അല്ലെങ്കിൽ മിനറൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ തരം ധാതു വിഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹ ധാതുക്കൾ. മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് എന്താണ്? ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. അതിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ മിനറൽസ് ആണ്. ഇരുമ്പയിര്, ചെമ്പ്, സ്വർണം തുടങ്ങിയവ ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഇരുമ്പയിര്, ചെമ്പ്, സ്വർണം തുടങ്ങിയവ പ്രധാനമായിട്ടും ലോഹങ്ങളുടെ കണക്കിൽ പെടുന്നു. ലോഹധാതുക്കളെ നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. അതൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ടേബിളായിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുക, ലോഹധാതുക്കളെ നമ്മൾ അയോധാതുക്കൾ എന്നും അയോരഹിത ധാതുക്കൾ എന്നും വിളിക്കുന്നു. ഫെറസ് എന്നും നോൺ ഫെറസ് എന്നും. അയൺ കണ്ടന്റ് ഉള്ളത്, അതായത്
ലോഹം അഥവാ മെറ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തല്ല ഉദ്ദേശിക്കുന്നത്, അതിൽ അയൺ ഉണ്ടെന്ന് നിർബന്ധമില്ല. അയൺ ഉള്ള മെറ്റൽസ് ഉണ്ടാവും, അയൺ ഇല്ലാത്ത മെറ്റൽസ് ഉണ്ടാവും. അയൺ ഉള്ള മെറ്റൽസിനെ നമ്മൾ പ്രധാനമായിട്ടും ഫെറസ് എന്നും അയൺ ഇല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, നോൺ ഫെറസ് എന്നും വിളിക്കുന്നു. അല്ലെങ്കിൽ അയോ ധാതുക്കളെന്നും അയോ രഹിത ധാതുക്കളെന്നും പ്രധാനമായിട്ടും വിളിക്കുന്നു. ഈ അയോ എന്നത് ഇരുമ്പിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇരുമ്പയിര് പോലെ ഇരുമ്പംശമുള്ള ധാതുക്കൾ അയോ ധാതുക്കളും ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയ ഇരുമ്പംശം ഇല്ലാത്തവ അയോരഹിത ധാതുക്കളുമാണ്. പ്രധാനപ്പെട്ട നമ്മൾ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇരുമ്പയിര് പോലെ, അയൺ ഓർ പോലെ ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കൾ അയോ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. കൂടാതെ ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയവയ്ക്ക് എന്തില്ല, ഇരുമ്പിന്റെ അംശമില്ല. ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ, ബോക്സൈറ്റ് തുടങ്ങിയവയ്ക്ക് എന്തിന്റെ അംശമില്ല, ഇരുമ്പിന്റെ അംശം ഇല്ല. ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു, അയോരഹിത ധാതുക്കൾ അഥവാ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പ്രധാനമായിട്ടും വിളിക്കുന്നു. കൂടാതെ കൽക്കരിയും പെട്രോളിയവും പോലെ ജൈവജന്യമായ ഫോസിൽ ഇന്ധനങ്ങൾ അഥവാ ധാതു ഇന്ധനങ്ങൾ അലോഹ ധാതുക്കളിൽ പെടുന്നു. അപ്പോൾ നമ്മൾ അയൺ കണ്ടന്റ് ഇല്ലാത്ത 2 എക്സാമ്പിൾ പറഞ്ഞു. ഇതുപോലെ മറ്റ് ചില വസ്തുക്കളുണ്ട്, മറ്റ് ചില ലോഹങ്ങളുണ്ട്. ഇതിലെന്താണ്, നമ്മൾ ചെമ്പ്, ബോക്സൈറ്റ് ഉദാഹരണം പറഞ്ഞു. ഇനി ലോഹധാതുക്കൾ തന്നെ ആവണമെന്നില്ല, അലോഹമായിട്ടുള്ള ചില ധാതുക്കൾ ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടുന്ന അലോഹധാതുക്കളിൽ ഉൾപ്പെടുന്ന ചില വസ്തുക്കളെ നമ്മൾ പറഞ്ഞത് കൽക്കരിയും പെട്രോളിയവും പോലുള്ളവ. കൽക്കരിയും പെട്രോളിയവും പോലുള്ളവ എന്താണ്, ജൈവജന്യമായ ഫോസിൽ ഇന്ധനങ്ങളാണ്. നമ്മുടെ ആനിമൽസോ പ്ലാന്റ്സോ ഒക്കെ ബറി ചെയ്ത് കഴിഞ്ഞിട്ട്, ഇവരുടെയൊക്കെ ഡെഡായി കഴിഞ്ഞിട്ട് ബറി ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം മണ്ണിനടിയിൽ പോയി രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്നവയാണ് ഫോസിൽ ഇന്ധനങ്ങളെന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നിന്നുമാണ് നമ്മൾ പിന്നീട് എന്തുണ്ടാക്കിയെടുക്കുന്നത്, കൽക്കരിയും പെട്രോളിയം പോലുള്ളവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെന്തിൽ പെടുന്നു, അലോഹ ധാതുക്കളിൽ പ്രധാനമായിട്ടും പെടുന്നു. ഇവ അലോഹ ധാതുക്കളിൽ പെടുന്നു. ലോഹധാതുക്കളും ഉണ്ട്, അലോഹ ധാതുക്കളും ഉണ്ട്. ലോഹത്തിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഇരുമ്പിന്റെ അംശമുള്ളവയും ഇല്ലാത്തവയും. കൂടാതെ അലോഹ ധാതുക്കൾ എന്ന് പറയുന്നവ വേറെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ മേൽ പറഞ്ഞവ സസ്യജന്തു അവശിഷ്ടങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഭ്രം, ചുണ്ണാമ്പുകല്ല്, ഗ്രാഫൈറ്റ് തുടങ്ങിയവ അജൈവജന്യമായ ധാതുക്കളാണ്. അപ്പോൾ പ്രധാനമായിട്ടും അജൈവജന്യം, ജൈവജന്യം നമ്മൾ പറഞ്ഞു ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാകുന്നവയാണ് എന്ത്, ഈ പറഞ്ഞ പെട്രോളിയം, കൽക്കരിയൊക്കെ പോലെ. ഇത് കൂടാതെ അഭ്രം അഥവാ മൈക്ക, ചുണ്ണാമ്പുകല്ല്, ഗ്രാഫൈറ്റ് തുടങ്ങിയവ അജൈവജന്യമായിട്ടുള്ള ധാതുക്കളാണ്. അജൈവജന്യമായിട്ടുള്ള ധാതുക്കളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അഭ്രം, ചുണ്ണാമ്പുകല്ല് പോലുള്ളവ അത് ജൈവജന്യമല്ല, ആനിമൽസിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നോ ഉണ്ടായി വരുന്നവയല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഈ ധാതുക്കൾക്ക് എന്താണ് പ്രത്യേകത, ധാതുക്കൾക്ക് നിയതമായ ചില സവിശേഷതകളുണ്ട്. ഇവ ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊരു ഓർഡർലി ആയിട്ടല്ല കാണപ്പെടുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓർഡർലി ആയിട്ടല്ല, ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത്. ധാതുക്കളുടെ അളവും ഗുണനിലവാരം തമ്മിൽ വിപരീത ബന്ധമാണുള്ളത്. അത് ഒരു ഓപ്ഷനായിട്ട് ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്ത്, ധാതുക്കളുടെ അളവും ഗുണനിലവാരവും തമ്മിൽ വിപരീത ബന്ധമുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അളവ് കൂടുതലുള്ള മിനറൽസ് എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം കുറവായിരിക്കും. ഗുണനിലവാരം ഉള്ളവ എപ്പോഴും റെയർ ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനങ്ങളുടെ ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന മിക്കവാറും വസ്തുക്കൾ നമുക്കറിയാം. നമുക്ക് പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വിചാരിക്കുക. പ്രോട്ടീൻ അടങ്ങിയ നല്ല ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കുറവുള്ളവയും വളരെ റെയർ ആയിട്ടുള്ളവയും കോസ്റ്റ് കൂടിയവയുമായിരിക്കും. എന്നാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വസ്തുക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് മിനറൽസ്, നമുക്ക് ആവശ്യത്തിന് കൺസ്യൂം ചെയ്യാൻ പറ്റിയ പ്രോട്ടീൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു ഒരു വൈരുദ്ധ്യം നമ്മൾ എല്ലാത്തിലും നിലനിൽക്കുന്നുണ്ട്. അതേ കാര്യം തന്നെ ഇവിടെയും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ധാതുക്കളെ നോക്കിയാലും അതിൽ അളവും ഗുണനിലവാരം തമ്മിലുള്ള ഒരു റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഗുണനിലവാരം കുറഞ്ഞ ധാതുക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ്, ഉയർന്ന ഗുണനിലവാരമുള്ള ധാതുക്കൾ അളവിൽ വളരെയധികം കുറവാണെന്നുള്ള ഫാക്റ്റ് മനസ്സിലാക്കുക. എല്ലാ ധാതുക്കളും കാലാന്തരത്തിൽ തീർന്നു പോകുന്നവയാണ് എന്നാണ് മൂന്നാമത്തെ പ്രത്യേകത. ഇപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ ധാതുക്കൾ ഓൾറെഡി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം മിനറൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ജൈവികമായിട്ടുള്ളത് പറഞ്ഞു, ആനിമൽസും പ്ലാന്റ്സും ബറി ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ പെട്രോളിയമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവർ എന്താണ്, കാലക്രമേണ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ തീർന്നു പോകുന്നവയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ കാലം എടുത്ത് മാത്രമേ പുതിയ ധാതുക്കൾ വരുള്ളൂ. പുതിയ പ്ലാന്റ്സും ആനിമൽസും ബറി ചെയ്ത് കുറേ കാലം എടുക്കും ഇത് ഉണ്ടായി വരാനായിട്ട്. അപ്പോൾ വളരെ കാലം എടുത്താണ് ധാതുക്കൾ വികസിച്ച് വരുന്നത് എന്നതിനാൽ ആവശ്യാനുസരണം ഇവ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിലെ ധാതുക്കൾ എന്തൊക്കെയാണ്? ലോഹധാതുക്കളിലേറെയും ഉപദ്വീപീയ ഇന്ത്യയിൽ പ്രാചീന പരൽ രൂപശിലകളിലാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ട് ക്രിസ്റ്റലൈൻ റോക്കുകളിലാണ് പ്രധാനമായിട്ടും ഇവയെ കണ്ടെത്തുന്നത്. കൽക്കരി നിക്ഷേപങ്ങളുടെ 97% ദാമോദർ, സോൺ, മഹാനദി, ഗോദാവരി നദീ തടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കാണപ്പെടുന്ന കൽക്കരി നിക്ഷേപം നോക്കിയാൽ ഈ കൽക്കരി നിക്ഷേപത്തിൽ പ്രധാനമായിട്ട് 97% ഇന്ത്യയിലുള്ള കണ്ടന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ദാമോദർ, സോൺ, മഹാനദി നദി, ഗോദാവരി തടങ്ങളിലാണ് കാണപ്പെടുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് മാപ്പ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ സോൺ എന്ന് പറഞ്ഞത് ഇവിടെ കാണിക്കുന്ന ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സോൺ റിവർ. കൂടാതെ ദാമോദർ എന്ന് പറയുന്നത് ബംഗാളുമായിട്ട് ചേർന്ന് കിടക്കുകയെന്നാണ്. ഈ മഹാനദിയോട് അടുത്ത് ഇവിടെ ഈ ഒരു പ്രദേശത്താണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. മഹാനദി ഇവിടെ കിടക്കുന്നുണ്ട്, ഗോദാവരി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് നോക്കുക,
ഇവിടെയാണ് പ്രധാനമായിട്ടും എന്ത് കാണപ്പെടുന്നത്? ഈ സൗത്ത് ഇന്ത്യൻ ഡെക്കാൻ പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ബെൽറ്റ് കാണപ്പെടുന്നത്. കൂടുതലായിട്ടും മിനറൽസ് കാണപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, കൽക്കരി, പെട്രോളിയം ഒക്കെ ഇത്തരത്തിൽ കാണപ്പെടുന്നത് പ്രധാനമായിട്ട് 97% കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരു ബെൽറ്റ് റീജിയനിലാണ്. ഇതിനുള്ളിലാണ് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മിനറൽസ് വളരെ റിച്ച് ആയിട്ട് കാണപ്പെടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കൽക്കരി നിക്ഷേപം നോക്കിയാൽ ഇവിടെ 97% കാണപ്പെടുന്നത് നമ്മളിപ്പോൾ കാണിച്ച സോൺ, ദാമോദർ, മഹാനദി, ഗോദാവരി തടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവ കാണപ്പെടുന്നത്. അസം, ഗുജറാത്ത്, മുംബൈ ഹൈ, പുറംകടൽ എന്നിവിടങ്ങളിലെ അവസാദ ശിലകളിലാണ് പെട്രോളിയം നിക്ഷേപങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പം അവസാദ ശിലകൾ എന്ന് പറയുന്നത് എന്താണ്? സെഡിമെന്ററി റോക്സ്. അവസാദം എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി ആണ്, സെഡിമെന്ററി അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് ആണ് പ്രധാനമായിട്ടും എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ പെട്രോളിയം നിക്ഷേപങ്ങൾ. അപ്പോൾ കൽക്കരി പ്രധാനമായിട്ടും ഈസ്റ്റ് സൈഡിൽ മാത്രമേ കാണപ്പെടുന്നുള്ളെങ്കിൽ അസം പോലുള്ള ഈസ്റ്റ് പ്രദേശത്തും ഗുജറാത്ത് പോലുള്ള വെസ്റ്റ്, ഗുജറാത്ത് കൂടാതെ മുംബൈ ഹൈ തുടങ്ങിയവയിലും എന്ത് കാണപ്പെടുന്നു? പെട്രോളിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. കൂടാതെ മുംബൈ ഹൈ പ്രദേശത്തും കൂടാതെ ഗുജറാത്ത് പ്രദേശത്തും ഈ ഒരു ഏരിയയിലും പ്രധാനമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? പെട്രോളിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൃഷ്ണ, ഗോദാവരി, കാവേരി തടങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ, ഗോദാവരി, കാവേരി തടങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ മംഗലൂരുവിൽ നിന്നും കാൺപൂരിലേക്ക് ഒരു നേർരേഖ വരച്ചാൽ അതിന് കിഴക്കായിട്ടാണ് പ്രധാന ധാതു നിക്ഷേപങ്ങളിൽ ഏറെയും കാണപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് സൗത്ത് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെയാണ് ആദ്യം പറഞ്ഞിരുന്നു. ഇത് കൂടാതെ നമ്മൾ ഈ പറയുന്ന പ്രദേശത്ത് നിന്നും മാംഗ്ലൂരിൽ നിന്നും ഈ പറഞ്ഞ ഇവിടെയുള്ള കാൺപൂർ പ്രദേശത്തേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ, മാംഗ്ലൂർ ടു കാൺപൂർ വര വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിലാണ് ഈസ്റ്റ് സൈഡിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. നമ്മൾ ഈ ഒരു ബെൽറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും പ്രധാനമായിട്ടും ധാതു നിക്ഷേപങ്ങൾ മിക്കവാറും കാണപ്പെടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്ലേറ്റോ റീജിയൻസിലായിരിക്കും, സൗത്ത് റീജിയൻസിലായിരിക്കും. യങ് മൗണ്ടൻസ് ഉള്ള ഈ റീജിയനിലൊന്നും എന്ത് ചെയ്യില്ല, കാണപ്പെടില്ല. ഇവിടെ എന്താണ് പ്രധാനമായിട്ടുള്ളത്? നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് പ്രദേശങ്ങളാണ്. ഇവിടെ ഒന്നും എന്ത് കാണപ്പെടുന്നില്ല, അധികം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നില്ല. അവിടെ കുറച്ചുകൂടി യങ് ആയിട്ടുള്ള മൗണ്ടൻസും യങ് ആയിട്ടുള്ള റീജിയൻസും ആയതുകൊണ്ട് അവിടെ അധികം കാണപ്പെടുന്നില്ല. ഈ സൗത്ത് റീജിയനിൽ പ്രധാനമായിട്ടും ഈസ്റ്റ് സൈഡിലേക്കാണ് പ്രധാനമായിട്ടും നിക്ഷേപങ്ങളെല്ലാം കാണപ്പെടുന്നത്. ഇനി കുറച്ച് ഫാക്ച്വൽ ഡാറ്റ നമ്മൾ പറയുകയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ആണ്. ചോട്ടാ നാഗ്പൂർ എന്ന് പറയുന്ന പ്രദേശം നമ്മൾ കാണിക്കാം. അപ്പോൾ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ധാതു കലവറ എന്ന് വിളിക്കുന്നതാണെങ്കിൽ, ഒരു പ്രദേശത്തെ മാത്രമാണ് വിളിക്കുന്നതെങ്കിൽ ചോട്ടാ നാഗ്പൂർ ആണ്. ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡാണ്. അപ്പോൾ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി മൊത്തത്തിൽ പറയാം. പ്രദേശം ചോദിച്ചാൽ ചോട്ടാ നാഗ്പൂർ പ്രദേശം പറയാം. സംസ്ഥാനം ചോദിച്ചാൽ ജാർഖണ്ഡും പറയാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും നമ്മളോടെ പറഞ്ഞു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള റോക്കുകളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് പ്രധാനമായിട്ടും ഈ ധാതു വിഭവങ്ങൾ ഏറെയായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണുന്ന ഒരു പ്രദേശമാണ് ചോട്ടാ നാഗ്പൂർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ധാതുക്കളുടെ ഹൃദയഭൂമി, ഇതൊരു ഫാക്ച്വലായിട്ട് ചോദിക്കാൻ സാധ്യത, 10th ലെവൽ പോലത്തെ എക്സാം ഒക്കെ വരുമ്പോൾ ഫാക്ച്വലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് എവിടെയാണ്? അതെവിടെയാണ്? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ആണ്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല, മിനറൽ റിസോഴ്സ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനത്തെ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. ചോട്ടാ നാഗ്പൂരിലെ പ്രധാനമായിട്ടും ഒഡീഷയിലെ ചില മേഖലകളും കൂടി കൂടിച്ചേർന്നാൽ ഇന്ത്യയിലെ സമ്പന്നമായ ഒരു ധാതു മേഖല നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽ റിസോഴ്സുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജാർഖണ്ഡ്, ഒഡീഷ പ്രദേശങ്ങളിലായിട്ട് പ്രധാനമായിട്ട് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്രദേശം എന്ന് പറയുന്നത്. ഈ മാപ്പിൽ നോക്കിയാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഈ ബംഗാൾ റീജിയൻസിലേക്ക് മുകളിലേക്കൊക്കെ കണക്കാണ്. സിക്കിമിൻ്റെ പ്രദേശത്തിന് തൊട്ട് താഴെ വരെയുള്ള ഈ ഒരു റീജിയൻ ഏറ്റവും കൂടുതലായിട്ട് വെസ്റ്റ് ബംഗാളിലാണ് ഈ ചോട്ടാ നാഗ്പൂറുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങി ധാരാളം അലോഹ ധാതുക്കൾ സമൃദ്ധമാണ് ഇവിടം. ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നു? കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക അഥവാ അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങി ധാരാളം ലോഹങ്ങളും അലോഹ ധാതുക്കളും പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു.
ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ പിന്നീട് നമുക്ക് ധാതു മേഖലകളായിട്ട് തിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ധാതു മേഖലകളായിട്ട് നമുക്ക് തിരിക്കാം. ഡിഗ്രി ലെവൽ പോലത്തെ എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ഇതിനെന്ത് പ്രധാനമായിട്ട് തിരിക്കാം? 5 മേഖലകളായിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡാറ്റ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. മേഖലകളായിട്ട് തിരിച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലൊക്കേഷൻസ് ആണ്. കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നാം, എങ്കിലും ഓരോ ഫാക്റ്റായിട്ട് ജസ്റ്റ് നോട്ടീസ് ചെയ്ത് വെക്കുക. 5 പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, നോർത്ത് ഈസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് വടക്ക് കിഴക്കൻ പ്രദേശം. മധ്യമേഖല, ദക്ഷിണ മേഖല, തെക്ക് പടിഞ്ഞാറൻ മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല. അപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയെ തന്നെ തെക്കും വടക്കുമായിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടാതെ ദക്ഷിണ മേഖലയും മധ്യമേഖലയും വടക്ക് കിഴക്കൻ ഭൂമി പ്രദേശം, പീഠഭൂമി പ്രദേശം പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി. അപ്പോൾ ഏറ്റവും വലിയ ധാതു മേഖല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഛോട്ടാ നാഗ്പൂർ ഉൾപ്പെടുന്ന പ്രദേശവും ഒഡീഷ പീഠഭൂമിയാണ് ഏറ്റവും കൂടുതലായിട്ട് ധാതുക്കൾ കണ്ടുവരുന്നത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഈ മേഖല വ്യാപിച്ച് കിടക്കുന്നു. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവയിലാണ് ഈ പ്രദേശം ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന മിനറൽ ബെൽറ്റ് നമ്മൾ വിളിക്കുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ. അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ മേഖല പ്രധാനമായിട്ടും വ്യാപിച്ച് കിടക്കുന്നത്. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ പ്രധാനമായിട്ടും ഖനനം ചെയ്യുന്നു. നമുക്കറിയാം, ആ ഒരു പ്രദേശം നോക്കിയാൽ ഒഡീഷയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോരോ മേഖലകളായിട്ട് നോക്കുകയാണെങ്കിൽ, ഓരോരോ ഇരുമ്പയിര് ഇതുപോലെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓരോ മിനറൽസിൻ്റെയും സോഴ്സുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സംസ്ഥാനങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ പറയുന്ന ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് മേഖലകളിൽ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയവ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, മിനറൽ റിസോഴ്സുകളായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി മധ്യമേഖലയിലോട്ട് മാറി നോക്കുകയാണെങ്കിലോ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് മധ്യമേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് ഛത്തീസ്ഗഡ് തുടങ്ങുകയാണ്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ മേഖല കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? ഛത്തീസ്ഗഡ് മുതൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നീ പറയുന്ന ബെൽറ്റുകളായിട്ട് ചിതറിക്കിടക്കുകയാണ് മധ്യമേഖല. മധ്യമേഖലയിൽ പ്രധാനമായിട്ടും മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിള്, കൽക്കരി, അബ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമായിട്ട് കാണാൻ കഴിയുന്നു. മധ്യമേഖലയിൽ കണ്ടുവരുന്ന സംസ്ഥാനങ്ങൾ എവിടേക്കാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ മേഖലയാണ് ഈ മധ്യമേഖല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിള്, കൽക്കരി, അഭ്രം, ഇരുമ്പ്, അതുപോലെ ഗ്രാഫൈറ്റ് തുടങ്ങിയവ പ്രധാനമായിട്ടും കണ്ടുവരുന്നു. അടുത്തായിട്ട് ദക്ഷിണ മേഖല, സൗത്തിലേക്ക് വരികയാണ്. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കർണാടകയും തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളാണ്. അപ്പോൾ കേരളത്തിലൊന്നും ഒരുപാട് മിനറൽസ് കാണപ്പെടുന്നില്ല. റെയർ ആയിട്ടുള്ള, നമ്മൾ ഈ റീസെൻ്റ്ലി ബജറ്റ് നോക്കിയാൽ മനസ്സിലാവും, റെയർ എർത്ത് മെറ്റൽസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസിനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് ഒരു പഠനം നടക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോറിഡോർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡാറ്റ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം റെയർ എർത്ത് മിനറൽസ് എന്തൊക്കെയാണെന്നും അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനകത്തുനിന്ന് കുറച്ച് എക്സെപ്ഷണൽ കേസാണ്. ഇനി അത് നമ്മൾ ഒരുപാട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതിയിൽ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് കറണ്ട് അഫയറിൽ നോക്കി വയ്ക്കുക. നമ്മളിവിടെ പറയുന്നതിൽ കേരളം ഉൾപ്പെടുന്നില്ല, പകരം കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളും പ്രധാനമായിട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും ഇരുമ്പയിരും ബോക്സൈറ്റും ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നു. ഇപ്പോൾ ലിഗ്നൈറ്റിനെ പറ്റിയിട്ടൊക്കെ ഡാറ്റ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ റെയർ ആയിട്ട് കാണുന്നതാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ പ്രധാനമായിട്ടും ഇരുമ്പയിരും ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയവ കാണപ്പെടുന്നു. ഇനി തെക്ക് പടിഞ്ഞാറൻ മേഖല നോക്കുകയാണ്. പടിഞ്ഞാറൻ മേഖലയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും തെക്ക് പടിഞ്ഞാറൻ മേഖലയെ പറ്റി നമ്മൾ പറയുന്നത്, പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്നാണ്. അപ്പോൾ ഗോവ കർണാടകയുടെ ഒരു പ്രദേശം, കർണാടകയുടെ സൗത്തിൽ വരുമ്പോൾ കർണാടകയുടെ പ്രദേശവും തമിഴ്നാടിൻ്റെ കുറച്ച് പ്രദേശം ഉണ്ടായിരുന്നു. ഇനി അതിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ, അതിൻ്റെ ഒരു വെസ്റ്റ് സൈഡ് പ്ലസ് ഗോവയും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എന്ത് പറയുന്നുണ്ട്, തെക്ക് പടിഞ്ഞാറൻ മേഖല തിരിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും എന്ത് കാണുന്നു, ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവ ധാരാളമായിട്ട് ഇവിടെ കാണപ്പെടുന്നു. ഇനി അതിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ ആരവല്ലിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാൽ സമ്പന്നമാണ്. ഇതും റെലവൻ്റ് ആണ്. അരാവലി കുന്നുകളിലെ പറ്റിയിട്ട് റീസെൻ്റ് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുന്നുകളെ ഇടിച്ചെടുത്തുകയും അവിടെ ഒരുപാട് മിനറൽസ് എക്സ്ട്രാക്ട് ഒക്കെ വന്ന സമയത്ത് പ്രകൃതി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകൾ, സംഘടനകളൊക്കെ മുന്നോട്ട് വന്നിരുന്നു. ഇവരിത് തടയാൻ വേണ്ടിയിട്ട്, ഈ എക്സ്ട്രാക്ഷൻ തടയാൻ വേണ്ടിയിട്ടും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് ഓർത്തിരിക്കുക. അവിടെയും എന്തൊക്കെ മിനറൽസ് കണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. റെയർ ആയിട്ടുള്ള ഒരുപാട് മിനറൽസ് കണ്ടുവരുന്ന പ്രദേശമാണ്. അവിടെ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന പ്രധാനമായിട്ടും രാജസ്ഥാനിലെ അരാവലി കുന്നുകളും കൂടാതെ അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ ചില പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവ ഇതിനാൽ സമ്പന്നമാണ് ഈ ഒരു പ്രദേശത്ത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു പല പ്രദേശങ്ങളെ പറ്റി പറഞ്ഞു, 5 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തെ പറ്റിയിട്ടും സൗത്തിൽ വരുന്ന പ്രദേശം, മധ്യമേഖല, തെക്ക് പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ എന്ന 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെ സ്റ്റേറ്റ്സ് വരുന്നുണ്ട്, അവിടെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന മിനറൽസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മാപ്പ് നോക്കി വയ്ക്കുക. ഇന്ത്യയിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ധാതു വിഭവങ്ങളും അവരുടെ റിസോഴ്സ് എവിടെയൊക്കെ കണ്ടുവരുന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നമ്മളൊന്ന് ബ്രോഡറായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാണ്. അപ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. ധാതുക്കൾ എന്ന് പറയുന്നവ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് തിരിച്ചിരിക്കുന്നു. ധാതുക്കൾ ലോഹങ്ങളും ഉണ്ട്, അലോഹങ്ങളും ഉണ്ട്. ഈ ലോഹം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അംശമുള്ളവ, കൂടാതെ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തവ എന്ന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതുമുണ്ട്. ഇനി ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇരുമ്പയിരും മാംഗനീസ് പോലുള്ളവ. ഇരുമ്പയിരും മാംഗനീസിനൊക്കെ ഇരുമ്പിൻ്റെ അംശമുള്ളവയാണ്. അയോധാതുക്കൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി ഇരുമ്പിൻ്റെ അംശം ഇല്ലെങ്കിലോ സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയവ. സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് തുടങ്ങിയവയ്ക്ക് എന്തില്ല? ഈ പറയുന്ന ഇരുമ്പിൻ്റെ അംശം ഇല്ല. ഇനി അലോഹ ധാതുക്കളിലേക്ക് വരികയാണ്. ലോഹമില്ലാത്ത അലോഹ ധാതുക്കളാണ്. ഇതിൽ ധാതു ഇന്ധനങ്ങളുണ്ട്, മറ്റ് പല ധാതുക്കളും ഉണ്ടാവും. ധാതു ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നവയുണ്ട്, ഈ പറയുന്ന മറ്റു ധാതുക്കളും ഉണ്ടാവും. അപ്പോൾ ധാതു ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയാണ്. നമ്മൾ പറഞ്ഞു ജൈവമായിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ബെറി ചെയ്തതിൽ നിന്നും പിന്നീട് ഉണ്ടായി വരുന്നതാണ് പെട്രോളിയം പോലുള്ള ഉൽപ്പന്നങ്ങൾ. അത് ധാതു ഇന്ധനങ്ങളിൽ പെടുന്നു. ഇനി ഇന്ധനങ്ങളല്ലാത്ത മറ്റ് അലോഹ ധാതുക്കളുണ്ട്, അതാണ് അബ്രം പോലുള്ളവ അല്ലെങ്കിൽ മൈക്ക പോലുള്ളവ. അപ്പോൾ ധാതുക്കൾ ലോഹവും അലോഹമുണ്ട്. ലോഹങ്ങൾ ഇരുമ്പിൻ്റെ അംശമുള്ളതും ഇല്ലാത്തതും ഉണ്ട്. അലോഹങ്ങളിൽ ധാതു ഇന്ധനങ്ങളുണ്ട്, മറ്റ് ധാതുക്കളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഉദാഹരണ സഹിതം പഠിച്ചു വെക്കാനായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അടുത്തത് നമുക്കിതിനകത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ലോഹധാതുക്കൾ എന്ന് പറയുന്നവയിൽ എന്തൊക്കെയുണ്ട്? പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ധാതുക്കളിൽ ലോഹത്തിന്റെ അംശം വരുന്നുണ്ടെങ്കിൽ, മെറ്റാലിക് ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോഹധാതുക്കൾ എന്ന് വിളിക്കുന്നു. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, സംസ്കരണ പ്രക്രിയയിലൂടെ നമ്മളിതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുമ്പോൾ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം, അതായത് നമ്മൾ ഓൾറെഡി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ഓർണമെന്റ്സ് ഉണ്ട്. ഈ ഓർണമെന്റ്സ് എല്ലാം ഇതുപോലെ ലോഹങ്ങളിൽ പെടുന്നവയും ലോഹങ്ങളിൽ പെടാത്തവയും ഉണ്ടായിരിക്കും. അപ്പം പ്രധാനമായിട്ടും മനസ്സിലാക്കുക, നമ്മുടെ ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്, സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പ്രത്യേകത എന്താണ്? ഇതെല്ലാം നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ഇതിന് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പോൾ, ഓറിൽ നിന്ന് മിനറലാക്കി മാറ്റുമ്പോൾ ഇതിന് കടുപ്പം ഉണ്ടാവും, തിളക്കം ഉണ്ടാവും. ഒരുപാട് ഷൈനിങ് ആയിട്ടുള്ള ലെസ്റ്റർ ഫോം ചെയ്യുന്നവയായിരിക്കും പ്രധാനമായിട്ടും ഈ പറയുന്ന ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അലൂമിനിയം ബോക്സൈറ്റിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനും ഇത്തരത്തിലൊരു തിളക്കം കാണാൻ കഴിയുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇരുമ്പിന്റെ സാന്നിധ്യം നോക്കുകയാണെങ്കിൽ അതിന് വീണ്ടും തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്, ഫെറസും നോൺ ഫെറസും. ഇരുമ്പിന്റെ അംശമുള്ള അയോധാതുക്കളും ഇരുമ്പിന്റെ അംശമില്ലാത്ത അയോരഹിത ധാതുക്കളും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഫെറസ് ആണെങ്കിൽ ഇത് ചാരനിറത്തിലാണ് കാണപ്പെടുക. ഫെറസ് ആണെങ്കിൽ ചാരനിറമായിരിക്കും. എന്നാൽ നോൺ ഫെറസ് ആണെങ്കിൽ ഇത് പല നിറത്തിലും കാണപ്പെടാം. ഇനി ഫെറസ് ആണെങ്കിൽ ഇതിന് ഇരുമ്പായതുകൊണ്ട് തന്നെ കാന്തിക സ്വഭാവം ഉണ്ടാവും. നോൺ ഫെറസ് ആണെങ്കിൽ കാന്തിക സ്വഭാവം ഉണ്ടാവില്ല. ഫെറസ് ആണെങ്കിൽ ഭാരം കൂടുതലായിരിക്കും, നോൺ ഫെറസ് ആണെങ്കിൽ ഭാരം കുറവായിരിക്കും. അപ്പോൾ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് ഇതിന് കട്ടി കൂടുതലായിരിക്കും. ഒരൊറ്റ നിറം ഉണ്ടാവുള്ളൂ. പ്രധാനമായിട്ടും ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്. കൂടാതെ ഇതിനൊരു കാന്തിക സ്വഭാവം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നോൺ ഫെറസ്. ഇത് പല നിറത്തിലും കാണപ്പെടാം. ഇത് ഒരൊറ്റ ചാരനിറം മാത്രമല്ല, ഇതിന് പല നിറത്തിലും കാണപ്പെടാം. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാന്തിക സ്വഭാവം ഒന്നും ഉണ്ടാവില്ല. ഇത് അയൺ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് കാന്തിക സ്വഭാവം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇരുമ്പിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് രണ്ടായിട്ട് ലോഹധാതുക്കളെ പ്രധാനമായിട്ട് തിരിച്ചിരുന്നത്. ഇനി ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ നമുക്ക് നോക്കാം. ഇരുമ്പിന്റെ അംശമുള്ള പ്രധാന ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുമ്പയിര് തന്നെയാണ്, അയൺ ഓർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഇന്ത്യയിലാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളത് ഇന്ത്യയിലാണ്. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വീണ്ടും 4ആയിട്ട് തിരിക്കാൻ പറ്റും. എത്രത്തോളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ച് 4ആയിട്ട് തിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്. പ്രധാനമായിട്ടും 4 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇരുമ്പയിര് അല്ലെങ്കിൽ അയൺ ഓർ തിരിക്കാം. പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അതുപോലെ ലിമണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. ഇതൊരു കറുത്ത നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. ഈ 4 ഇരുമ്പിന്റെ അംശം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കാണപ്പെടുന്നത് ഏതിലാണ്? മാഗ്നറ്റൈറ്റിലാണ്. ഈ മാഗ്നറ്റൈറ്റ് പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റിൽ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് കാണപ്പെടുന്നത്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഒന്ന് നമ്മൾ സംസ്ഥാനങ്ങൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ കാണപ്പെടുന്നു, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്ര തുടങ്ങിയവയിലാണ് കാണപ്പെടുന്നത്.
ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ മൊത്തം 20% ഇന്ത്യയിലാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചെറിയ എമൗണ്ടിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഈ മാഗ്നറ്റൈറ്റ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തമിഴ്നാട്, കർണാടക, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമാണ്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശത്തെ കൽക്കരിപ്പാടങ്ങൾക്ക് ഏറെ സമീപത്തായി ഇരുമ്പയിര് ഖനികൾ കാണപ്പെടുന്നുണ്ട് എന്നത് വ്യാവസായിക പ്രാധാന്യം ഉയർത്തുന്നു. അപ്പോൾ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത് കൽക്കരിപ്പാടങ്ങൾക്ക് ഏറെ സമീപത്തായിട്ട് ഇരുമ്പയിര് ഖനികൾ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമുക്ക് വളരെയധികം റെലവൻസ് തരുന്നു. 2004-2005 വർഷത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ ഇരുമ്പയിര് നിക്ഷേപം ഏകദേശം 20 ശതകോടി ടണ്ണായിരുന്നു. അന്ന് കണക്ക് കൂട്ടിയതാണ്. 2004-2005 കാലഘട്ടത്തിലെ കണക്കൂട്ടൽ പ്രകാരം ഇന്ത്യയിലെ ആകെ ഇരുമ്പയിര് നിക്ഷേപം എന്ന് പറയുന്നത് 20 ശതകോടി ടണ്ണായിട്ട് കണക്കാക്കിയിരുന്നു. അത്രയധികം റിസോഴ്സസ് ഇന്ത്യയിൽ ഉണ്ട്. ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ ഏതാണ്ട് 95% സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഗോവ, ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ്. പ്രധാനമായിട്ടും ഇരുമ്പയിര് നമ്മൾ പറഞ്ഞു ഒരു മാപ്പ് ഇന്ത്യയിലെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ക്രോസ് ആയിട്ട് ഒരു മാപ്പ് ഇട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഒരു പ്രദേശത്ത് ഇതിനൊരു ഈസ്റ്റ് സൈഡിലേക്ക് പ്രധാനമായിട്ടും മിനറൽ റിസോഴ്സുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഗോവ, ആന്ധ്ര, തമിഴ്നാട്, ഈ ഒരു ഗോവ പ്രദേശം കൂടെ അഡീഷണൽ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രദേശങ്ങളെല്ലാം എന്ത് വരുന്നു, ഈ ഒരു ഈസ്റ്റേൺ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കുക, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഗോവ, ആന്ധ്ര, തമിഴ്നാട് മുതലായ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ട് ഇത് കാണപ്പെടുന്നത്. ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ എന്നിവിടങ്ങളിൽ മലനിരകളിലായിട്ടാണ് ഇരുമ്പയിര് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇരുമ്പയിര് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഒഡീഷ. അവിടുത്തെ പ്രധാനപ്പെട്ട ഖനികളാണ് പ്രധാനമായിട്ട് എന്തൊക്കെ വരുന്നത്, സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട്, അവിടുത്തെ മലനിരകളിലാണ് പ്രധാനമായിട്ട് ഇരുമ്പയിര് കാണപ്പെടുന്നത്. കൂടാതെ ഇനി വരുന്ന മുഴുവൻ പ്രദേശങ്ങളാണ്. സ്ഥലങ്ങളുടെ പേരുകൾ മുഴുവൻ ഓർത്തിരിക്കണമെന്നില്ല, എന്നാലും കേട്ട് പരിചയിച്ച് വയ്ക്കുക. ഗുരുമഹിസാനി, സുലൈക്കട്ട്, ബദാം പഹാർ, ഈ മയൂർഭഞ്ചിലെ ഒരു സ്ഥലമാണ് എന്ത്, ബദാം പഹാർ എന്ന് പറയുന്നത്. കിറുബുറു, അത് കെന്ദുഝാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കിറുബുറു. ബൊണായി, സുന്ദർഗഡിലെ ഒരു സ്ഥലമാണ് ബൊണായി എന്നിവയാണ് പ്രധാനപ്പെട്ട ഖനികൾ. ഇപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഖനികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇരുമ്പയിര് ഖനികളാണ്. ഗുരുമഹിസാനി, സുലൈക്കട്ട്, ബദാം പഹാർ, കിറുബുറു, ബൊണായി എന്നിവ. അപ്പോൾ ഗുരുമഹിസാനി ഉണ്ട്, സുലൈക്കട്ട് ഉണ്ട്, ബദാം പഹാർ ഉണ്ട്, കിറുബുറു ഉണ്ട്, ബൊണായി ഉണ്ട്. ഇവയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഇന്ത്യയിലെ ഇരുമ്പയിര് ഖനികൾ എന്ന് പറയുന്നത്. കൂടാതെ ഇതിന് സമാനമായി ജാർഖണ്ഡിലെ മലനിരകളിലാണെങ്കിൽ അവിടെ പഴയ ചില ഇരുമ്പയിര് ഖനികളും ഉണ്ട്. ഏതൊക്കെയാണ്, ഇവയെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ. അപ്പോൾ ഇത് പ്രോസസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇരുമ്പയിര് കാണപ്പെടുന്ന സ്ഥലങ്ങളോട് ചേർന്നായിരിക്കും ഇതിന്റെ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് യൂണിറ്റുകളൊക്കെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. നോവമുണ്ടി, ഗുവ തുടങ്ങിയ പ്രധാന ഖനികൾ പൂർവ്വ പശ്ചിമ സിംഗ്ഭൂം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിംഗ്ഭൂം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് അവിടെ ഉണ്ട്. അവിടുത്തെ തന്നെ നവമുണ്ടി, ഗുവ തുടങ്ങിയ പ്രധാനപ്പെട്ട ഖനികൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഗുരുമഹിസാനി, സുലൈഗട്ട്, ബദാം പഹാർ, കിറുബുറു, ബൊണായി, നവമുണ്ടി, ഗുവ തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനികൾ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ മേഖല ദുർഗ്, ദണ്ഡേവാല, ബലാദില എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ദുർഗ്, ദണ്ഡേവാല, ബലാദില. ഇനി ദുർഗിലെ ദല്ലി, രാജ്ഹാര എന്നിവ രാജ്യത്ത് തന്നെ പ്രധാന ഇരുമ്പയിര് ഖനികളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ഖനികൾ ചോദിച്ചാൽ അതിൽ പറയാൻ പറ്റുന്നവയാണ് ദുർഗിലെ ദല്ലിയും രാജ്ഹാരയും. ദില്ലി അല്ല, ദല്ലിയും രാജ്ഹാരയും. കർണാടകത്തിൽ നോക്കുകയാണെങ്കിൽ കർണാടകത്തിൽ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് ബെല്ലാരി ജില്ലയിലെ സന്തൂർ ഹോസ്പെട്ട് പ്രദേശം, ചിക്മംഗ്ലൂർ ജില്ലയിലെ ബാബാബുദാൻ കുന്നുകൾ, കുദ്രേമുഖ് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങൾ, കൂടാതെ ഷിമോഗ, ചിത്രദുർഗ്, തുംകൂർ ജില്ലകളുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഒന്ന് കേട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പ്രധാനമായിട്ടും കർണാടകത്തിൽ ഇരുമ്പയിര് കാണപ്പെടുന്നത് എവിടേക്കാണ്, ബെല്ലാരി ജില്ലയിലെ സന്തൂർ ഹോസ്പെട്ട് പ്രദേശം, ചിക്മംഗ്ലൂർ ജില്ലയിലെ ബാബാബുദാൻ കുന്നുകൾ, കുദ്രേമുഖ് പ്രദേശങ്ങൾ, ഷിമോഗ, ചിത്രദുർഗ്, തുംകൂർ ജില്ലകളിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളത് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കർണാടകയിൽ കാണപ്പെടുന്നത്. അടുത്തായിട്ട് മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ചന്ദാപൂർ, ഭണ്ഡാര, രത്നഗിരി ജില്ലകൾ. ആന്ധ്രാപ്രദേശ് നോക്കുകയാണെങ്കിൽ കരിംനഗർ, വാറങ്കൽ, കുർണൂൽ, കസ്ബ, അനന്തപൂർ ജില്ലകൾ. തമിഴ്നാട് നോക്കുകയാണെങ്കിൽ സേലം, നീലഗിരി ജില്ലകൾ എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട ഇരുമ്പ് ഖനന മേഖലകൾ എന്ന് പറയുന്നത്. ഇനി ഗോവയിലും ഒരു ചെറിയ തോതിൽ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര നോക്കിയാൽ ചന്ദാപൂർ, ഭണ്ഡാര, രത്നഗിരി ജില്ലകളുണ്ട്. ആന്ധ്ര നോക്കിയാൽ കരിംനഗർ, വാറങ്കൽ, കുർണൂൽ, കസ്ബ, അനന്തപൂർ ജില്ലകളുണ്ട്. തമിഴ്നാട് നോക്കിയാൽ സേലം, നീലഗിരി ജില്ലകളുണ്ട്. എന്നിവയിലാണ് പ്രധാനമായിട്ടും മറ്റ് ഇരുമ്പ് ഖനന പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. കൂടാതെ ഗോവയിലും ഒരു പരിധിവരെ ഇത് കാണപ്പെടുന്നുണ്ട്. ഇനി ഒഡീഷ നോക്കുകയാണെങ്കിൽ
സുന്ദർഗഡ് നമ്മളൊരു ടേബിൾ വൈസ് നോക്കുകയാണ്, SCRT നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ അങ്ങനെ തന്നെ ടേബിൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥലങ്ങൾ പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ജാർഖണ്ഡിൽ സിംഗ്ബും ദുർഗ്. ഇവിടെ തന്നെയുള്ള ഖനികളുടെ പേര് നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാന ഖനന മേഖലകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ജാർഖണ്ഡ്, സിംഗ്ബും ദുർഗ്. കർണാടകത്തിലെ ബെല്ലാരി, ചിക്മഗളൂരു, ഷിമോഗ, ചിത്രദുർഗ്. ബെല്ലാരി, ചിക്മഗളൂരു, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിലാണെങ്കിൽ മർമഗോവ. തമിഴ്നാട്ടിലാണെങ്കിൽ സേലം, നീലഗിരി. അപ്പോൾ ഒഡീഷയിൽ പ്രധാനമായിട്ടും സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ജാർഖണ്ഡിലാണെങ്കിൽ സിംഗ്ബും ദുർഗ്. കർണാടകത്തിലാണെങ്കിൽ ബെല്ലാരി, ചിക്മഗളൂരു, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിലാണെങ്കിൽ മർമഗോവ. തമിഴ്നാട്ടിലാണെങ്കിൽ സേലവും നീലഗിരിയും. ഇതാണ് പ്രധാനപ്പെട്ട ഖനന മേഖലകൾ എന്ന് മനസ്സിലാക്കുക. പേര് കേൾക്കുമ്പോൾ ഇത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പഠിച്ചിരിക്കുക. ഈ ഒരു മാപ്പിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രദേശങ്ങളൊക്കെ എവിടെ കാണപ്പെടുന്നു നോക്കി കഴിഞ്ഞാൽ. പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ, ഒങ്കോൾ പ്രദേശങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ പ്രദേശങ്ങൾ കണ്ടുവരുന്നുണ്ട്. കൂടാതെ മഹാരാഷ്ട്രയിലെ പ്രദേശങ്ങളുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗ് പോലത്തെ പ്രദേശങ്ങളുണ്ട്. ഇനി സിംഗ്ബും, ജാർഖണ്ഡിലെ സിംഗ്ബും പ്രദേശങ്ങളുണ്ട്. ഒഡീഷയിലെ കിഞ്ചുഹാർ പ്രദേശങ്ങളുണ്ട്. കർണാടക നോക്കിയാൽ അവിടെ ബെല്ലാരി, ചിക്മഗളൂരു ഉണ്ട്. ഗോവയിൽ നോർത്ത് ഗോവ, സൗത്ത് ഗോവ ഈ ഒരു പ്രദേശങ്ങളായിട്ട് പിന്നെ മർമഗോവയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്താണ് പ്രധാനമായിട്ട് എന്ത് കണ്ടുവരുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ, അയണോ റിസോഴ്സുകളെല്ലാം കണ്ടുവരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ഒരു മിനറലാണ് മാംഗനീസ് എന്ന് പറയുന്നത്. മാംഗനീസ്. ഇനി ഇരുമ്പയിര് ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു പ്രധാന അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്, മാംഗനീസ്. ഇരുമ്പയിരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഇരുമ്പയിരിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് മാംഗനീസ്. കൂടാതെ ഇരുമ്പ് കലർന്ന കൂട്ടുലോഹങ്ങൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ മാംഗനീസ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇരുമ്പ് കലർന്ന കൂട്ടുലോഹങ്ങൾ നിർമ്മിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മധ്യപ്രദേശാണ് മാംഗനീസ് ഉത്പാദനത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മധ്യപ്രദേശാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഇരുമ്പയിര് മേഖലകളുടെ മധ്യഭാഗത്തായിട്ടാണ് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഖനികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പയിര് മേഖലകളുടെ തന്നെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഇത് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇത് ഇരുമ്പയിര് ഉണ്ടാക്കുമ്പോഴുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട്. ബൊണായി, കെന്ദുജാർ, സുന്ദർഗഡ്, ഗാംഗ്പൂർ, കോരാപുട്ട്, കലഹന്ദി, ബലാംഗീർ ഇത്തരത്തിലുള്ള ഇരുമ്പയിര് നിക്ഷേപണ പ്രദേശങ്ങളിൽ അവിടെ അത് ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളോട് ചേർന്നാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. എവിടേക്കാണ്? ബൊണായി, കെന്ദുജാർ, സുന്ദർഗഡ്, ഗാംഗ്പൂർ, കോരാപുട്ട്, കലഹന്ദി, ബലാംഗീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. മറ്റൊരു പ്രധാന മാംഗനീസ് ഉൽപ്പാദക സംസ്ഥാനമാണ് കർണാടകയിലെ ധർവാർ, ബെല്ലാരി, ബലഗാവി, വടക്കൻ കാന, ചിക്മഗളൂരു, ഷിമോഗ, ചിത്രദുർഗ്, തുമകുരു എന്നിവിടങ്ങളിൽ. നമ്മൾ ഓൾറെഡി ഇരുമ്പയിരിൻ്റെ പേരിൽ പറഞ്ഞിരുന്നു. അതേ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. ധർവാർ, ബെല്ലാരി, ബലഗാവി, വടക്കൻ കാന, ചിക്മഗളൂരു, ഷിമോഗ, ചിത്രദുർഗ്, തുമകുരു തുടങ്ങിയ പ്രദേശങ്ങൾ. മഹാരാഷ്ട്രയും മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനമാണ്. മഹാരാഷ്ട്ര ഇതുപോലെ ഒരു ഉൽപ്പാദക സംസ്ഥാനമാണ്. ഇവിടെ നാഗ്പൂർ, ഭണ്ഡാര, രത്നഗിരി ജില്ലകളിലാണ് പ്രധാനമായിട്ട് ഖനനം നടക്കുന്നത്. അപ്പോൾ നാഗ്പൂർ, ഭണ്ഡാര, രത്നഗിരിയിലാണ്. മഹാരാഷ്ട്ര നോക്കിക്കഴിഞ്ഞാൽ നാഗ്പൂർ, ഭണ്ഡാര, രത്നഗിരി ജില്ലയിൽ മാംഗനീസ് ഖനനം നടക്കുന്നുണ്ട്. ഇരുമ്പുരുക്ക് ശാലകളിൽ നിന്നും ഏറെ അകലെയാണ് ഈ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് എന്നത് ഒരു പോരായ്മയാണ്. ബാക്കിയുള്ളതൊക്കെ കൂടുതലും അടുത്ത അല്ലെങ്കിൽ സെൻട്രൽ ഭാഗത്താണെന്ന് പറഞ്ഞെങ്കിൽ മഹാരാഷ്ട്ര നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇരുമ്പയിര് ഖനികളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് മാംഗനീസ്, ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ക്ലീനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാംഗനീസ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ നാഗ്പൂർ, ഭണ്ഡാര, രത്നഗിരി എന്നൊക്കെ പറയുന്നത് അതിനോട് ചേർന്നല്ല ഒരുപാട് മിനറൽസ് എന്തിലുള്ളത്, ഇരുമ്പയിലുള്ളത്. അത് കുറച്ചുകൂടി ദൂരെയായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് മഹാരാഷ്ട്രയിലെ ഈ പറഞ്ഞ ഖനികളുടെ ഒരു പോരായ്മയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. മധ്യപ്രദേശത്തിലെ മാംഗനീസ് നിക്ഷേപ മേഖല ബാലഗഡ്, ചിദ്വാരം, നിമാർ, മാണ്ഡവ, ചാമ്പുവ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. മധ്യപ്രദേശ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മാംഗനീസ് എന്ന് പറയുന്നത് ബാലഘട്ട്, ചിന്ദ്വാർ, നിമാർ, മാണ്ഡല, ചാബുവ തുടങ്ങിയ ജില്ലകളാണ് പ്രധാനമായിട്ടും വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ആന്ധ്രാപ്രദേശ്, ഗോവ, ജാർഖണ്ഡ് എന്നിവയിൽ കുറഞ്ഞ അളവിൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെ ചെറിയ തോതിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെ? ആന്ധ്രയിലും ഗോവയിലും ജാർഖണ്ഡിലും ചെറിയ തോതിൽ കാണപ്പെടുന്നുണ്ട്. എന്ത്? മാംഗനീസ് കാണപ്പെടുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ബെൽറ്റ് കാണുമ്പോൾ നമുക്ക് കുറേ പ്രദേശങ്ങളൊക്കെ മനസ്സിലാവും. രത്നഗിരി ജില്ലയിലൊക്കെ എന്താണ് മഹാരാഷ്ട്ര പ്രദേശത്തിൻ്റെ പ്രശ്നം എന്താണ്? ഇവിടുന്ന് ഒരുപാട് ദൂരെ മാറിയാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ അയൺ ഓർസ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ കർണാടകയിലും ആന്ധ്രയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡ്, ഒഡീഷ ഈ ഒരു പ്രദേശങ്ങളോട് ചേർന്നും ഈ പറഞ്ഞ മാംഗനീസിൻ്റെ പ്രദേശങ്ങൾ പ്രധാനമായിട്ടും ഖനനം നടക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഖനനം നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഒരുപാട് ഡാറ്റസ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ധാതുക്കളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ, ധാതുക്കളും വ്യവസായം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കവർ ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് രണ്ട് പ്രധാന ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ലോഹങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അലോഹങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ധാതുക്കൾ തന്നെയുള്ള ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അതിൽ ഇരുമ്പിൻ്റെ അംശമുള്ളത്, ഇല്ലാത്തത്, അതുപോലെ തന്നെ നാച്ചുറലി എത്രത്തോളം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ആണോ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഇരുമ്പയിരിനെ പറ്റിയിട്ടും മാംഗനീസിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന മേഖലകൾ, അതിൻ്റെ ഡിവിഷൻസ്, എന്തുകൊണ്ടാണ് നോർത്തിൽ പ്രധാനമായിട്ട് അധികം കാണാത്തത്, സൗത്തിൽ കണ്ടുവരുന്നത്, ഒരുപാട് ഡാറ്റ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫാക്ച്വൽ ഡാറ്റസ് ആണ് ഇതിനകത്ത് ഒരു 90% വരുന്നത്.
അപ്പോൾ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കി കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ SCRT-യിലുള്ള ഡാറ്റകളെല്ലാം എക്സാക്റ്റ് ആയിട്ട് വരണമെന്നില്ല, പകരം SCRT-യിലുള്ള ഡാറ്റകളുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുക, കറണ്ട് റിലവൻ്റ് ആയിട്ട് നോക്കിയിട്ട് പഠിക്കുക. ഓരോ എക്കണോമിക് സർവേ കഴിയുമ്പോൾ ഇതുപോലുള്ള ഡാറ്റകൾ വ്യത്യാസം ഉണ്ടാവാം, അതുകൂടി കമ്പയർ ചെയ്യുക. SCRT മാത്രം ഡാറ്റാസ് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, ഫാക്ച്വൽ ഡാറ്റ നോക്കുക. പകരം ഇപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റാസ് വരുമ്പോൾ അത് കുറച്ചുകൂടി എന്ത് ചെയ്യുക, കറണ്ട് അഫെയറുമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഡാറ്റാസ് നിന്നത്തുനിന്ന് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.